നമ്മൾ 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ ലാസ്റ്റത്തെ ഒരു സ്റ്റോറി ഉണ്ട്, ഒരു കഥയാണ് എ ഡേ അറ്റ് ദ ഫാം. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഡേ അറ്റ് ദ ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡേ അറ്റ് ദ ഫാം എന്ന് പറഞ്ഞാൽ ഫാമിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൽ ഒരു ദിവസം. യു ഹാവ് ഓൾറെഡി റീഡ് ദ സ്റ്റോറി ഓഫ് പാർവതി ഹു ലവ്ഡ് ദ ഫീൽഡ്, ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. മരങ്ങളെയും വയലുകളെയും ചെടികളെയും ഒക്കെ സ്നേഹിച്ചിട്ടുള്ള പാർവതിയുടെ കഥ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. Here is the story of two kids who go to feed the animals on a farm. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഈ കഥ എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ ഒരു മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ഫാമിലേക്ക്, തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്ന മൃഗങ്ങൾ വളർത്തുന്ന ഫാമിലേക്ക് പോയിട്ട് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. One day, Bill invited his friend Meg to visit his granddad's farm. Granddad needs help on his farm, Bill said. The kids went to the farm. ഒരു ദിവസം ബിൽ എന്ന് പറഞ്ഞ കുട്ടി അവൻ്റെ ഫ്രണ്ട്സുകളെ കൂട്ടിയിട്ട്, മെഗ് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനെയും കുറച്ച് ഫ്രണ്ട്സുകളെയൊക്കെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവൻ്റെ മുത്തശ്ശൻ്റെ ഫാമിലേക്ക് പോയി. അപ്പം അവൻ എന്താ പറയുന്നത്, മുത്തശ്ശന് കുറച്ച് സഹായമൊക്കെ നമ്മളെ കൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അവന് ഫ്രണ്ട്സുകളെയും കൂട്ടിയിട്ട് പോകുന്നത്. അങ്ങനെ അവനും അവൻ്റെ ഫ്രണ്ട്സും എവിടെ എത്തി? ഫാമിലെത്തി. നമുക്കിത് മീനിങ്ങുകൾ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ്ങുകൾ. ഇൻവൈറ്റഡ് ക്ഷണിച്ചു, ഹിസ് ഫ്രണ്ട്സ് അവൻ്റെ കൂട്ടുകാരെ, വിസിറ്റ് സന്ദർശിക്കുക, സാഡ് പറഞ്ഞു, ഫാം കൃഷി ചെയ്യുന്ന സ്ഥലം, വെൻറ്റ് പോയി. അങ്ങനെ അവനും അവൻ്റെ കൂട്ടുകാരും എന്ത് ചെയ്തു, അവൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ ഫാമിലേക്ക് പോയി. ഗ്രാൻഡ് ഡാഡ് ഗാവ് ദ കിഡ്സ് സം ജോബ്സ് ടു ഡു. അങ്ങനെ മുത്തശ്ശൻ കുട്ടികൾക്ക് കുറച്ച് ജോലി ചെയ്യാൻ കൊടുത്തു. പ്ലീസ് പീൽ ദ ഇയേഴ്സ് ഓഫ് കോൺ ആൻഡ് ദെൻ ഹെൽപ്പ് മീ സോ ദ സീഡ്സ്, ഹി സാഡ്. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞിട്ടുള്ളത്, അയാളുടെ കയ്യിൽ ഒരു കോൺ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ കമ്പം എന്ന് പറയും, കമ്പം എന്നല്ലെങ്കിൽ ചോളം എന്നൊക്കെ പറയും. അപ്പം അത് നീട്ടിയിട്ട്, കുട്ടികളുടെ നേരെ നീട്ടിയിട്ട് പറയാണ്, ഇതിൻ്റെ തൊലികളെല്ലാം കളഞ്ഞ് എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിലെ വിത്ത് അല്ലെങ്കിൽ കമ്പം എന്ത് ചെയ്യണം, അടർത്തിയെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? വിതക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്നും ചെയ്തു തരുമെന്ന് പറഞ്ഞു ആര്? മുത്തശ്ശൻ. ദേ വർ വെരി ഹാപ്പി ടു ഡു ദ വർക്ക്. കുട്ടികൾക്ക് എന്തായി, അവർക്ക് ഈ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ രണ്ടുപേരും ആ ജോലി ഏറ്റെടുക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ട മീനിങ്സ് നോക്കാം. ഗാവ് കൊടുത്തു, സം കുറച്ച്, ജോബ്സ് ജോലികൾ, ഡു ചെയ്യുക, സോ വിതക്കുക, സീഡ്സ് വിത്തുകൾ. നൗ യു ക്യാൻ ഹെൽപ്പ് മീ ഫീഡ് ദ ആനിമൽസ് ഇഫ് യു ആർ നോട്ട് ടയേർഡ്, സാഡ് ഗ്രാൻഡ് ഡാഡ്. മുത്തശ്ശൻ അവരോട് പറയാണ്, നിങ്ങളിപ്പോൾ നേരത്തെ എടുത്ത ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഈ മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു, നോ വി ആർ നോട്ട് ടയേർഡ്, ഇല്ല ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല, വി ഷോൾ ഹെൽപ്പ് യു, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ദ കിഡ്സ് സാഡ് വിത്ത് ഗ്രേറ്റ് എന്തോസിയാസം. അതായത് എന്തോസിയാസം എന്ന് പറഞ്ഞാൽ ആവേശം. കുട്ടികൾ എന്ത് ചെയ്തു, ആവേശത്തോടു കൂടി മുത്തശ്ശനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ്റെ കൂടെ നിൽക്കുകയാണ്. They fed the sheep and the geese. Granddad had all kinds of animals on the farm. അപ്പോൾ അവരെ ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, തീറ്റ കൊടുക്കുന്നത്? ഷീപ്പിന്, ആടുകൾക്കും, ഗീസ് വാത്തകൾക്കും. താറാവിനെ പോലെയുള്ള വേറൊരു ബേഡാണ് വാത്ത, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അവർക്കാണ് ഇവർ തീറ്റ കൊടുക്കുന്നത്. പിന്നെ അവരെന്ത് ചെയ്തു, മുത്തശ്ശൻ്റെ ഈ ഫാമിൽ എന്താണ്, പലതരത്തിലുള്ള വിവിധ തരം ആനിമൽസ് ഉണ്ട്. They went with him to the barn to collect hay for the cows. അതായത് ഇവർ പിന്നെ പത്തായപ്പുര അല്ലെങ്കിൽ കളപ്പുരയിലേക്ക് പോയി, എന്തിന്, പശുവിന് കൊടുക്കാനുള്ള പുല്ല് അല്ലെങ്കിൽ വൈക്കോല് എടുക്കാൻ വേണ്ടിയിട്ട്. There I have a collection of bees also, showing another side of the farm. മുത്തശ്ശന് ഫാമിൻ്റെ മറ്റൊരു വശത്തേക്ക് നോക്കിയിട്ട് പറയാണ്, എനിക്ക് അവിടെ എന്തുണ്ട്, തേനീച്ചയെ വളർത്തുന്നുണ്ട് ഞാൻ. Granddad added, you need not feed the bees.
എന്താണ്, അതിന് തീറ്റേണ്ട ആവശ്യമില്ല അല്ലേ, തേനീച്ചകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഡു നോട്ട് ഡിസ്റ്റർബ് ദം, അവരെ ശല്യം ചെയ്യാനൊന്നും പാടില്ല എന്ന് ആര് പറയാണ്, ഗ്രാൻഡ് ഡാഡ് പറയാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കാം. ക്യാൻ കഴിയും, ഗ്രേറ്റ് വലിയ, എൻഡോസിയാസം ആവേശം, ഫെഡ് തീറ്റുക, ഗീസ് വാത്ത, കൈൻഡ്സ് ഓഫ് ആനിമൽസ് വിവിധ തരം മൃഗങ്ങൾ, ബാൺ പത്തായപ്പുര അല്ലെങ്കിൽ കളപ്പുര എന്ന് പറയാം കേട്ടോ, കളക്ട് ശേഖരിക്കുക, ഹേ വൈക്കോൽ അല്ലെങ്കിൽ പുല്ല് എന്ന് പറയാം, വൈക്കോൽ എന്ന് പറയാം, ബീസ് തേനീച്ച, ഷോവിങ് കാണിക്കുക, നീഡ് ആവേശം, ഡിസ്റ്റർബ് ശല്യപ്പെടുത്തുക, ടയേർഡ് ക്ഷീണിക്കുക. ഡു യു നോ വാട്ട് ദ കിഡ്സ് ഡിഡ്, നിങ്ങൾക്കറിയോ കുട്ടികൾ എന്താ ചെയ്തത് എന്ന്. ദേ വെൻറ്റ് നിയർ ദ ബീസ് സീക്രറ്റ്ലി, കുട്ടികൾ രഹസ്യമായി തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്ക് പോയി. ഗ്രാൻഡ് ഡാഡ് ഡിഡ് നോട്ട് നോട്ടീസ് ഇറ്റ്, ഇതാര് ശ്രദ്ധിച്ചില്ല, ഗ്രാൻഡ് ഡാഡ് ശ്രദ്ധിച്ചില്ല. ബിൽ സ്റ്റെപ്പ്ഡ് ഓൺ എ ലോഗ്, ബിൽ അതായത് ആൺകുട്ടി, ബിൽ എന്ന് പറയുന്ന ആൺകുട്ടി എന്ത് ചെയ്തു, ഒരു മരത്തടിയിൽ ചവിട്ടി നിന്നിട്ട് പീപ്ഡ് ഇൻ ടു ദ ഹൈവ്, ഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്, തേനീച്ചക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കി. ദേ ആർ സ്ലീപ്പിംഗ്, എന്നിട്ട് അവൻ പറയാണ് എന്ത്, തേനീച്ചകൾ ഉറങ്ങുകയാണ്. ഹി ഡിക്ലെയർഡ്, അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ പ്രഖ്യാപിക്കുകയാണ്. നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ നോക്കാം. നോ അറിയുക, നിയർ അടുത്ത്, സീക്രറ്റ്ലി രഹസ്യമായി, ഡിഡ് നോട്ട് ചെയ്തില്ല, നോട്ടീസ് ശ്രദ്ധിക്കുക, സ്റ്റെപ്പ്ഡ് ചവിട്ടി, ലോഗ് മരക്കഷ്ണം, പീപ്ഡ് എത്തി നോക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക, ഹൈവ് തേനീച്ചക്കൂട്, സ്ലീപ്പ് ഉറക്കം, ഡിക്ലെയർഡ് പ്രഖ്യാപിച്ചു. ബട്ട് ദേ വർ നോട്ട് ആക്ച്വലി സ്ലീപ്പിംഗ്, എന്നാൽ ഈ തേനീച്ചകൾ ശരിക്കും ഉറങ്ങായിരുന്നോ, അല്ല അല്ലേ. ബിൽ ഫെൽ ഓഫ് ദ ലോഗ്, ബില്ല് എന്ത് ചെയ്തു, ആ മരത്തടിയിൽ നിന്നും വീണു. ദ ബീസ് വർ ഡിസ്റ്റർബ്ഡ്, അവൻ വീണതോടുകൂടി തേനീച്ചകൾക്ക് എന്തായി, ഡിസ്റ്റർബായി, ശല്യമായി. ദ ബീസ് ഫ്ലൂ ആഫ്റ്റർ ബിൽ ആൻഡ് മെഗ്, തേനീച്ചകൾ എന്ത് ചെയ്തു, ബില്ലിൻ്റെയും മെഗിൻ്റെയും പുറകെ എന്താണ്, പറന്ന് വരാൻ തുടങ്ങി. ദ കിഡ്സ് റാൻ ഫാസ്റ്റ്, കുട്ടികൾ വേഗം ഓടി, സ്പീഡിൽ ഓടി. ദ ബീസ് ഫ്ലൂ ഫാസ്റ്റർ, അതിലേക്കാളും സ്പീഡിൽ ആര് പറന്നു വരുന്നുണ്ട്, നമ്മുടെ തേനീച്ചകൾ പറഞ്ഞു വരുന്നുണ്ട്. ദേ കെയിം നിയർ ദ കിഡ്സ്, അവർ കുട്ടികളുടെ അടുത്ത് എത്താറായി. ഹൗ കുഡ് ദേ എസ്കേപ്പ്, ഇനി നമ്മളെങ്ങനെ രക്ഷപ്പെടും. എ സ്ട്രീം ജമ്പ് ഇൻ ടു ഇറ്റ്, അവരെന്ത് ചെയ്തു, ഒരു അരുവിയിലേക്ക് ചാടി. ദ ബീസ് ഫ്ലൂ ബാക്ക് ഇൻ ടു ദെയർ ഹൈവ്, തേനീച്ചകൾ എന്തായി, തിരിച്ച് അവരുടെ കൂട്ടിലേക്ക് പോയി. കാരണം എന്താണ്, ഇവർ പുഴയിലേക്ക് അല്ലെങ്കിൽ സ്ട്രീമിലേക്ക്, അരുവിയിലേക്ക് എടുത്ത് ചാടിയത് കണ്ടപ്പോൾ തേനീച്ചകൾ എന്ത് ചെയ്തു, തിരിച്ചു പോയി. ദ സ്ട്രീം വാസ് നോട്ട് ഡീപ്പ്, ഈ അരുവി അല്ലെങ്കിൽ ഈ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് അധികം ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് സേവ്ഡ് ദ കിഡ്സ് ഫ്രം ദ ആംഗ്രി ബീസ്, ഇത്രയും ദേഷ്യത്തിൽ കുത്താമെന്ന ഈ തേനീച്ചകളിൽ നിന്നും എന്തായി, കുട്ടികൾ രക്ഷപ്പെട്ടു. ഗ്രാൻഡ് ഡാഡ് റാൻ ടു ദ സ്ട്രീം ആൻഡ് ഹെൽപ്ഡ് ദം ഗെറ്റ് ഔട്ട്, ഇത് കണ്ടിട്ട് ഗ്രാൻഡ് ഡാഡ് എന്ത് ചെയ്തു, മുത്തശ്ശൻ ഓടി വന്നു, എന്നിട്ട് അവരെ സ്ട്രീമിൽ നിന്നും, അരുവിയിൽ നിന്നും എന്ത് ചെയ്തു, പുറത്തു കടക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു. നമുക്കിതിന് പുതിയ കുറച്ച് ന്യൂ വേർഡ്സ് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡീപ്പ് ആഴമുള്ള, സേവ്ഡ് രക്ഷപ്പെടുക, ആംഗ്രി ദേഷ്യം, ഗെറ്റ് ഔട്ട് പുറത്തു പോവുക, ഹെൽപ്പ് സഹായം, ഫെൽ വീഴുക. ഗ്രാൻഡ് ഡാഡ് സാഡ്, യു ക്യാൻ ഫീഡ് ദ ആനിമൽസ് ആൻഡ് ഹെൽപ്പ് ദം ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം, മുത്തശ്ശന് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മൃഗങ്ങളെ എന്ത് ചെയ്യാം, ഭക്ഷണം കൊടുത്ത് തീറ്റയൊക്കെ കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം, ബട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ദം, പക്ഷേ ഇവരെ അതായത് തേനീച്ചകൾ എന്ത് ചെയ്യാൻ പാടില്ല, ശല്യം ചെയ്യാൻ പാടില്ല. വി ആർ സോറി, നിങ്ങൾക്ക് സോറി പറഞ്ഞു അവർ. ദ കിഡ്സ് സാഡ്, കുട്ടികൾ പറയുന്നു. ദേ വർ വെറ്റ് ബട്ട് ദേ വർ ഹാപ്പി അറ്റ് ലാസ്റ്റ്, അവർ നനഞ്ഞിരുന്നു, നന്നായി നനഞ്ഞിരുന്നു, പക്ഷെ അവരെന്താണ് ലാസ്റ്റ് നന്നായി സന്തോഷിച്ചു അല്ലേ, അവർക്ക് നല്ല ഒരു സന്തോഷം തോന്നി, ഒരു രസം തോന്നിയത്.